ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ അഗാസ മൽഹൂഫ. അങ്ങനെ ഒരു വയനാടിന്റെ പാപാവങ്ങളായ സഹോദരങ്ങളെല്ലാം നഷ്ടപ്പെട്ടൊന്നുമില്ലാതെ വഴിയിലിറങ്ങിയ പാവങ്ങളെ മൻ അഗാസ മൽഹൂഫ, മൻ അഗാസ മൽഹൂഫ, അവരെ സഹായിച്ചാൽ ഖതബല്ലാഹു തആല ലഹു 73 ഹസന, അവർക്ക് 73 പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. വയനാടിന്റെ മണ്ണിൽ കിടക്കുന്ന പാവങ്ങളെ നിങ്ങൾ സഹായിച്ചാൽ പടച്ച തമ്പുരാൻ പറയുന്നു 73 പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. എങ്ങനെയാ ഓരോ പ്രതിഫലത്തിന്റെ വലിപ്പം പറയുന്നു മുത്തനബി തങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, വാഹിദത്തും മിൻഹുന്ന യുസ്ലിഹുല്ലാഹു തആല ബിഹാ ലഹു അംറ ദുനിയാ. ആ 73-ൽ ഒരു കാര്യം മതി നിന്റെ ദുനിയാവിന്റെ സർവാനുഗ്രഹങ്ങളും നിനക്ക് കിട്ടാൻ, നിന്റെ ദുനിയാവിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ, നിന്റെ ദുനിയാവിന്റെ എല്ലാ പ്രതിസന്ധികളും മറികടക്കാൻ, നിന്റെ ദുനിയാവിന്റെ പ്രാരാബ്ദങ്ങൾ മാറാൻ, നിന്റെ ദുനിയാവിന്റെ വിഷമഘട്ടങ്ങൾ മാറാൻ. അല്ലാ അല്ലാ 73-ൽ ഒരു നന്മ മതിയെങ്കിൽ മുത്തുനബി തങ്ങൾ പറയുന്നു ഇതിനൈനി വസബഈൻ, ബാക്കി 72 സുഖാഡംബരങ്ങളുടെ സൗകര്യങ്ങൾ, ദറജാത്തുകൾ, പദവികൾ നിനക്ക് തരുന്നത് ഫിൽ ആഖിറ, ആഖിറത്തിലാണെന്ന് പരിശുദ്ധ നബിയേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടൊന്ന് സഹായിക്കാൻ പെങ്ങളെ നിങ്ങളൊന്ന് തയ്യാറാകണം. ഉമ്മമാരെ, നിങ്ങളെപ്പോലെ ശരീരമുള്ള പെണ്ണുങ്ങൾക്ക് നമ്മുടെ ഭർത്താവില്ല, അവർക്ക് വീടില്ല, അവർക്ക് ജീവിതമില്ല, അവർക്ക് വീടില്ല, അവർക്ക് ജീവിതമില്ല, അവർക്കൊന്നുമില്ലാത്ത പാവങ്ങൾ. ഉമ്മമാരെ, നിങ്ങൾക്ക് എന്താണ് അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുക? നിങ്ങളെ ഭർത്താവ് നിങ്ങൾക്ക് വാങ്ങിത്തന്ന ആഭരണങ്ങളോ പൈസയോ എന്താണ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുക? നിങ്ങളും അതിൽ പങ്കാളികളാകണം. കാരണം നമ്മളെപ്പോലുള്ള പാവങ്ങൾ അവിടെ ഇരുന്ന് കരയുമ്പോ, മനസ്സിന്റെ ഉള്ളിൽ ഞാനിത് പറയുമ്പോ നിങ്ങളുടെ ഖൽബിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കരുത്. ഖബറിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ റെഡിയാക്കി വെച്ചോളണം. അതല്ല, എൻ്റെ സഹോദരിമാർ ഒന്നുമില്ലാതിരിക്കുമ്പോ ഞാൻ കൊടുക്കണ്ടേ എന്നുള്ള ഈമാൻ ഖൽബിലുള്ളവർ മനസ്സ് തുറക്കണേ ഉമ്മ. അവർക്ക് വെച്ചു കൊടുക്കുന്ന വീട്ടിൽ നമുക്കും ഒരു കല്ല് വെച്ചു കൊടുക്കാം. നമ്മൾ കിടക്കുന്ന ഖബറൊന്ന് സമാധാനത്തിന്റെ ഖബറാവാൻ, നമുക്ക് ശേഷം നമ്മുടെ മക്കൾക്ക് ഭൂമി കുലുക്കം ഉണ്ടാകാതിരിക്കാൻ, ഒറ്റയടിക്ക് തകർന്നു പോകാതിരിക്കാൻ നീയത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ മോതിരങ്ങളുണ്ടോ, വളകളും കമ്മലുകളും എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്താണെങ്കിലും ഏതാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങളത് കൊടുക്കണം. പടച്ചവനെ ഓർത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്നത്. അതൊരു പെങ്ങൾക്ക്, ഒരു പാവപ്പെട്ടവനൊന്ന് കയറിക്കിടക്കാൻ, അവന് നന്ദി ഉറങ്ങാൻ ഒരു വീടല്ല, വീട്ടിൽ കട്ടില്, ബെഡ്, എന്തെല്ലാം സംവിധാനങ്ങൾ ഒരു വീട്ടിൽ ആവശ്യമുണ്ടോ? ഭക്ഷണ വസ്തുക്കളടക്കം വാങ്ങിക്കൊടുക്കാനാണ്. അമാരെ, നമ്മളാൽ കഴിയുന്ന ഒരു ഹദിയ അതിനകത്ത് കൊടുക്ക്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കൊടുക്കൂലേ? ഇൻഷാ അല്ലാഹ് പവർ കുറവാണല്ലോ. കൊടുക്കൂലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അടുത്ത ആഴ്ച വരുമ്പോൾ കൊണ്ടുവരുമോ? അതോ ഇപ്പൊ തന്നെ പറയണോ? വീട്ടിൽ പോയി ആരോടാ പറയണ്ടേ? കെട്ടിയവനോടാണോ?
വീട്ടിൽ പോയി മക്കളുടെ അടുത്തൊക്കെ പറഞ്ഞ് ഗൾഫിലുള്ള മക്കളുണ്ടെങ്കിൽ 10,000 25,000 50,000 സ്വർണമോ ആ പാവങ്ങൾ കൊടുക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അടുത്ത ആഴ്ച നമ്മുടെ ഒരു തുകയായിട്ട് നമുക്കത് കൊടുക്കാം ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പറ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്ത് കേൾക്കുന്നില്ല? മനസ്സിലായില്ലേ പറഞ്ഞത്? വയനാട് ജില്ലയിലെ പറഞ്ഞ മനസ്സിലായില്ലേ? ചിരിക്കാനല്ല, പറഞ്ഞത് മനസ്സിലായില്ലേ? ഇവനെന്താ മനസ്സിലാവാത്തെ? സബിയമ്മ എന്താ മനസ്സിലാവാത്തെന്ന് പറഞ്ഞു? പൈസ കൊണ്ടുവരാൻ പറഞ്ഞ് മനസ്സിലായില്ല. അത് അവർക്കൊരു വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മഹലിലുള്ള ആളുകളെല്ലാം കൂടി അവർക്കൊരു വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. കേൾക്ക്, ശ്രദ്ധിച്ചപ്പോൾ ഇനി വേണ്ടല്ലേ? അതൊരു വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു വീട് നമ്മളെ വക, നമ്മളെ നാട്ടുകാരുടെ വക. അതിലേക്ക് നിങ്ങളുടെ ഒരു ഹദി ഉണ്ടാവണം. നിങ്ങളുടെ ശരീരത്തിൽ കിടക്കുന്ന സ്വർണമാവാം, പൈസയാവാം, എന്തുമാവാം. 5,000 രൂപയാവാം, 10,000 രൂപ, എത്ര ലക്ഷങ്ങളായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് കിടക്കാൻ വീടുണ്ട്, അവർക്ക് അല്ലാഹു കൊടുത്ത വീട് പോയി. നിങ്ങൾക്ക് ഭർത്താവുണ്ട്, അവർക്ക് ഭർത്താവില്ല. നിങ്ങൾക്ക് മക്കളുണ്ട്, അവർക്ക് മക്കളില്ല. നിങ്ങൾക്ക് മാറിയിടാൻ ഇന്ന് ഉടുപ്പുണ്ട്, അവരുടെ ഉടുപ്പെല്ലാം പോയി. കഴിക്കാൻ നമുക്ക് ഭക്ഷണമുണ്ട്, അവർക്കൊന്നുമില്ല. ഇങ്ങനെയുള്ള ആളുകളെ നമ്മളെ മുന്നിൽ വെച്ച് തരുന്നത് പടച്ചോനാണ്. പടച്ചോൻ ആണ് നമ്മളോട് പറയുന്നത്, നീ എന്ത് ചെയ്യും അവന് വേണ്ടി എന്നുള്ള നമ്മളോട് ചോദിക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ കിടക്കുന്ന സ്വർണവും പൈസയും സമ്പത്തും ബാക്കി കടങ്ങളൊന്നും ഇല്ലാത്തവർ തന്നാൽ മതി കേട്ടോ. കടങ്ങളും വിഷമങ്ങളുള്ളവരൊക്കെ മാറിപ്പിക്കോ, നിങ്ങൾ തരണ്ട. കടങ്ങളൊന്നും ഇല്ലാത്തവർ, അത്യാവശ്യ സമ്പത്ത് അല്ലാഹു തന്നവർ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ലൊരു തുക അതിനകത്ത് ഹദിയ നമ്മൾ ചെയ്യണം. അള്ളാഹു അർഹമായ പ്രതിഫലം അള്ളാഹു തരട്ടെ. ഒരിക്കലും അല്ലാഹു കൈവിടൂല. നിങ്ങൾ ഒരു അസുഖം നമുക്ക് വരുമ്പോൾ എന്തെങ്കിലും ഡോക്ടർ പറയാണ് ക്യാൻസറിൻ്റെ ഒരു അംശം ശരീരത്തിലുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ 10,000 5,000 പല പള്ളിക്ക് കൊടുക്കും. അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യും. മാരകമായ രോഗങ്ങൾ മാത്രം മാറുന്ന സദഖയല്ല ഈ സദഖ. ഇത് ചെറിയ സദഖയല്ല, ഇത് ഏറ്റവും വലിയ സദഖയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കൊടുക്കൂലേ? അടുത്ത ആഴ്ച പറയൂലേ? ഇൻഷാ അല്ലാഹ് പറ. ഒരു ഉഷാറില്ലല്ലോ ഉള്ളേ. എല്ലാവരും ഒന്ന് പറഞ്ഞേ. തരാൻ ബുദ്ധിമുട്ടുള്ളവർ തരണ്ടട്ടാ. നിർബന്ധ പിരിവല്ല, ഞാൻ പിരിക്കണതുമല്ല. നിങ്ങളെ മനസ്സിന് നമ്മളെ ഈ ക്ലാസ് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ വക വയനാട്ടിലേക്ക് നാളെ അള്ളാന്റെ മുമ്പിൽ പറയാൻ, പടച്ചവന് ഞാൻ ഇത്ര കൊടുത്തിട്ടുണ്ടല്ല എന്ന് പറയാൻ മാത്രം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന മാക്സിമം, മിനിമം അല്ല, മാക്സിമം എത്ര കൊടുക്കാൻ പറ്റുമോ അത്രയും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ മാറി നിൽക്കില്ല. ഞാനും എൻ്റെ ഓഹരി കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാനത് കൊടുക്കും. അള്ളാഹു നമ്മുടെ ഹദ്ദികളെല്ലാം കബൂൽ ചെയ്യട്ടെ. ജദ്ദിദൂ ഖത്തം ഓതിയിട്ടുണ്ടോ? ഖത്തം പരിപൂർണമായോ? ആയി. ജദ്ദിദൂ ഈമാനകും വനവ്വിറൂ ഖുലൂബകും വസയ്യിനൂ അൽസിനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്